കരാർ കാലാവധി പൂർത്തിയായ മണിയാർ ജലവൈദ്യുത പദ്ധതി ഏറ്റെടുക്കാനുള്ള KSEB നീക്കം തടഞ്ഞു സർക്കാർ. മന്ത്രിസഭായോഗത്തിൽ വ്യവസായ മന്ത്രി എതിർപ്പുന്നയിച്ചതിനു പിന്നാലെയാണ് ഏറ്റെടുക്കൽ നിർത്തിവെക്കണമെന്ന് ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയത്. വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും വ്യവസായ മന്ത്രിക്കും രഹസ്യ അജണ്ടയാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. വ്യവസായ മന്ത്രിയുടെ ഇടപെടലിൽ വൈദ്യുതി മന്ത്രിക്കും KSEBയ്ക്കും കടുത്ത അതൃപ്തിയുണ്ട്. സംസ്ഥാനം ഗുരുതര വൈദ്യുതി പ്രതിസന്ധി നേരിടുമ്പോൾ പദ്ധതി നടത്തുന്ന സ്വകാര്യ കമ്പനിയെ സഹായിക്കും വിധത്തിലാണ് സർക്കാരിന്റെ പുതിയ തീരുമാനം. ഒരു ചെലവുമില്ലാതെ 12 മെഗാവാട്ട് വൈദ്യുതി അഥവാ മണിക്കൂറിൽ 12,000 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാവുന്ന പദ്ധതി KSEBയ്ക്ക് കിട്ടാനിരിക്കെയാണ് അപ്രതീക്ഷിത അട്ടിമറി. 2024 ഡിസംബർ 31 കാർബോറാണ്ടം കമ്പനിയുമായുള്ള കരാർ തീർന്നതാണ്. പദ്ധതി ഏറ്റെടുക്കാത്ത സർക്കാർ നടപടിയിൽ അഴിമതി ആരോപണം വരെ ഉയർന്നിരുന്നു. ഒടുവിൽ കഴിഞ്ഞ 24-ന് പദ്ധതി ഏറ്റെടുത്ത് KSEB ഉത്തരവിറക്കി. നടപ്പാക്കാൻ പോയ KSEB ഉദ്യോഗസ്ഥരെ കാർബോറണ്ടം ജീവനക്കാർ തടഞ്ഞു. ഇന്ന് വീണ്ടും പോലീസ് സഹായത്തോടെ ഏറ്റെടുക്കാനിരിക്കെയാണ് പുതിയ തീരുമാനം. മന്ത്രിസഭാ യോഗത്തിൽ വ്യവസായ മന്ത്രി ഏറ്റെടുക്കലിനെ വിമർശിച്ചു. ഇതിനു പിന്നാലെ ഏറ്റെടുക്കൽ നിർത്തിവെച്ച് ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കി. KSEB CMDക്കും പത്തനംതിട്ട കലക്ടർക്കും ഉത്തരവ് കൈമാറി. ഇതിനു പിന്നാലെയാണ് വിഷയത്തിൽ വീണ്ടും ഗുരുതര ആരോപണവുമായി രമേശ് ചെന്നിത്തല രംഗത്തെത്തിയത്. മുഖ്യമന്ത്രിക്കും വ്യവസായ മന്ത്രിക്കും ഈ വിഷയത്തിൽ രഹസ്യ അജണ്ടയുണ്ടെന്നാണ് രമേശ് ചെന്നിത്തലയുടെ വിമർശനം. മണിയാർ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുൻപ് 56 കോടി രൂപയുടെ അഴിമതി ആരോപണം രമേശ് ചെന്നിത്തല ഉയർത്തിയിരുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.